ഡോക്ടർ അൽത്താഫ്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു രോഗം അല്ലെങ്കിൽ ഒരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് സർക്കാർ കർശനമായി പറയുകയും ജനം അത് കർശനമായി കേൾക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ കോവിഡ് കാലത്ത് കൃത്യമായ ഈ പറയുന്ന സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്, ആ ഗൗരവത്തിൽ അത് ഒരു ഭരണകൂടം ജനത്തോട് പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ പിന്നെയും ചോദിക്കുന്നത്, ഈ പറയുന്ന ഏജ് ഓൾഡ് പ്രാക്ടീസാണ്. ഒരു പ്രാക്ടീസിങ് മുസ്ലിം അംഗശുദ്ധി വരുമ്പോഴേക്കും മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റിക്കളയുക എന്ന് പറഞ്ഞ ഏജ് ഓൾഡ് പ്രാക്ടീസാണ്. അപ്പോൾ അത് ഈ കാലത്ത് സേഫ് അല്ലെങ്കിൽ അത് സേഫ് അല്ല എന്ന് സർക്കാർ കണിശമായ ഭാഷയിൽ പറയണ്ടേ? അങ്ങനെ പല കാര്യങ്ങളും പറയണ്ടേ? ഡോക്ടർ അൽത്താഫ് ആദ്യം പറഞ്ഞു ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ വരൂ എന്ന് പറഞ്ഞു. പിന്നീട് 90 വയസ്സുള്ള വയോധികർ വന്നു, ഒരു 3 മാസം പ്രായമുള്ള കുഞ്ഞിന് വന്നു. ഇത് കുറച്ചുകൂടി ഗൗരവത്തിൽ നമ്മൾ കാണണ്ടേ ഡോക്ടർ അൽത്താഫ്? തീർച്ചയായിട്ടും അത് നമുക്ക് ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിനിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പഠനങ്ങളുടെ ഒരു ബാക്കപ്പ് ആവശ്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ICMRന്റെയും ആരോഗ്യവകുപ്പിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അതിനുള്ള പ്രാരംഭ ചർച്ചകൾ, ഡിസ്കഷൻസ് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡെമിയോളജിയും ഒക്കെ ആയിട്ട് ചേർന്നിട്ട്. പിന്നെ അത് അങ്ങനെ ആ രീതിയിലൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിലവിലുള്ള അവൈലബിൾ ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനുള്ള സാധ്യത വളരെ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പം ഈ ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ ഒക്കെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നത് മാത്രമല്ല, നമ്മളിപ്പം സാധാരണ നമ്മുടെ ഒരു ശീലം എന്താണ്, നമ്മുടെ മലയാളികളുടെ പൊതുവായിട്ടുള്ളൊരു ബോധം കുടിക്കാനുള്ള വെള്ളം ശുദ്ധമായിരിക്കണം എന്നുള്ളത് പണ്ട് ഇതേപോലെ നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ ആരോഗ്യ അവബോധത്തിന്റെ ഭാഗമായിട്ട്, അതുകൊണ്ടാണ് ഈ കോളറ പോലുള്ള ജലജന്യ പകർച്ചവ്യാധികളൊക്കെ നേരത്തെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ പടർന്നു പിടിച്ചപ്പോഴും കേരളത്തിൽ അത് കുറഞ്ഞിരിക്കാൻ കാരണം ആ ഒരു ശീലം തന്നെയായിരുന്നു. തിളപ്പിച്ച് ആറ്റി കുടിക്കുക എന്നുള്ളതും ജലം ശുദ്ധമായിട്ട് പാചകം ചെയ്യാൻ ഉപയോഗിക്കുക എന്നുള്ളത്. അതേ ശീലം കുളിക്കുന്ന വെള്ളത്തിനും കൂടെ നമുക്ക് അതേ ശീലം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു ഹൈജീനിക് ഒരു ബോധം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. കുടിക്കാനുള്ള വെള്ളം മാത്രമല്ല, കുളിക്കാനുള്ള വെള്ളവും ശുദ്ധമായിരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ആ ഒരു സങ്കല്പത്തിലേക്ക് മലയാളി മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത്. അതാണ് ഈ എലിപ്പനി കേസുകളുടെയും എലിപ്പനി മരണങ്ങളുടെയും അതുപോലെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അമീബിക് മെനിഞ്ചൈറ്റിസ് കേസുകളും നമ്മെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ ധാരണകൾ മാറേണ്ടതുണ്ട്, അതുപോലെ തന്നെ ശീലങ്ങൾ മാറേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇതിലിപ്പോ ഈ എല്ലാ കാര്യങ്ങളും ആരോഗ്യവകുപ്പ്, ഒന്നാമത്തെ കാര്യം ഇതിൽ പല സംഗതികളും ഈ ഇത്തരം പരിസ്ഥിതിജന്യ രോഗങ്ങളുടെ ഒക്കെ തന്നെ കാര്യത്തിൽ ആരോഗ്യവകുപ്പിനുള്ള ഒരു റോൾ എന്താണ് കൃത്യമായിട്ട്. ഇപ്പോൾ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ രോഗം എത്രയും വേഗം ഡയഗ്നോസ് ചെയ്യുക, എത്രയും വേഗം ചികിത്സിച്ച് ഭേദമാക്കുക, മരണനിരക്ക് കുറയ്ക്കുക, ഇതൊക്കെയാണ്. അത് ഏതാണ്ടൊക്കെ മിക്കവാറും ഈ പറഞ്ഞ ന്യൂവർ എമർജിംഗ് ഇൻഫെക്ഷൻസിലൊക്കെ തന്നെ കാര്യമായ രീതിയിൽ അത് പ്രതികരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് സർക്കാർ മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റ് പ്രദേശങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, മറ്റ് സംസ്ഥാനങ്ങളോ മറ്റ് രാജ്യങ്ങളോ ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് ആ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ, ഇപ്പം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ജലാശയങ്ങൾ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യണം. അതുപോലെ ഓരോ വ്യക്തികളും അവരവർ ചെയ്യണം. ഇപ്പൊ ഈ 50 ലക്ഷമോ 60 ലക്ഷമോ കിണറുകൾ മുഴുവൻ ശുദ്ധീകരിക്കുകയും അത് മുഴുവൻ ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സർക്കാരോ മുഴുവൻ ഏജൻസികളോ ഒക്കെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അത് ജനങ്ങൾ വിചാരിക്കണം. ജനങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിലുള്ള കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തു എന്നുള്ള ഉറപ്പുവരുത്തണം. നിശ്ചിത അളവിൽ, ഇപ്പൊ നേരത്തെ ഡോക്ടർ സൗമ്യയൊക്കെ സൂചിപ്പിച്ചു പോലെ, എനിക്ക് തോന്നുന്നു സൗമ്യയുടെ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു അത് സംബന്ധിച്ചുള്ള അത്തരം യൂട്യൂബൊക്കെ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ, എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നത്തെ കാലത്ത് ഏതൊരു മനുഷ്യനും അവരുടെ ഫിംഗർ ടിപ്പിൽ ലഭ്യമായ വിവരങ്ങളാണ് ഇതൊക്കെ. എങ്ങനെയാണ് ക്ലോറിനേറ്റ് ചെയ്യേണ്ടത് സഫീഷ്യന്റ് ആയിട്ടുള്ള രീതി, അത് എത്ര നാളത്തേക്ക്, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 30 ദിവസം ഈ ഒരു പ്രാവശ്യം സഫീഷ്യന്റ് ആയിട്ട് ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തേക്ക്, ഒരു മാസത്തേക്ക് അതിന്റെ ആ റെസിഡ്യൂ ക്ലോറിൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അതായത് അമീബ ഉൾപ്പെടെയുള്ള ജീവികൾ വളരാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ മാസവും നമുക്ക് ഈ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലെ കിണറുകൾ ശുദ്ധമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ശീലങ്ങൾ മാറേണ്ടതുണ്ട്, ആരോഗ്യ സാക്ഷരതയും ആരോഗ്യ ബോധവും മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.